സാധാരണയായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന പണം നോർമലായിട്ട് കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കിൻ്റെ SBI അക്കൗണ്ടിലായിരിക്കും. നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ആളുകളാണെങ്കിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലോ ആദ്യം നമ്മുടെ പണം ക്രെഡിറ്റ് ചെയ്യുന്നത് SBI അക്കൗണ്ടിലാണ്. ഇങ്ങനെ SBI അക്കൗണ്ടിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന ക്യാഷ് ബാലൻസ് പലപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നു. നമ്മളെ പണം കീപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബാങ്കുകളിലെ SBI അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ SBI അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന പണത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡിറ്റിയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം വിഡ്രോ ചെയ്യാം. പക്ഷേ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അതോടൊപ്പം തന്നെ ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കിൻ്റെ SBI അക്കൗണ്ടിൽ നമ്മുടെ പണം പെർമനൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2 മോണിറ്ററി കമ്മിറ്റി പോളിസി മീറ്റിങ്ങിലും RBI 0.25% വെച്ച് റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റിപ്പോ റേറ്റ് 6%. ഇനി വരാനിരിക്കുന്ന RBIയുടെ മോണിറ്ററി കമ്മിറ്റി മീറ്റിങ്ങുകളിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നാണ് പൊതുവെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. RBI റിപ്പോ റേറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ നാച്ചുറലായിട്ടും ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. RBI റിപ്പോ റേറ്റ് കുറച്ചതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ അവരുടെ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് കുറയ്ക്കുന്നുണ്ട്. SBI അക്കൗണ്ടിൻ്റെ റേറ്റ് കുറയ്ക്കുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് കുറയ്ക്കുന്നു. പല ബാങ്കുകളും ഇപ്പോൾ നിങ്ങളുടെ SBI അക്കൗണ്ടിൽ ഉള്ള പണത്തിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2.5% മുതൽ 3%. ഞാനിവിടെ ബാങ്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുൻനിര ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രമുഖ ബാങ്കുകളും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 2.5%-നും 3%-നും ഇടയിലാണ്. അതോടൊപ്പം തന്നെ പല ബാങ്കുകളും ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റിൽ 0.5% മുതൽ 1% വരെയും കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. RBI റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതിനനുബന്ധമായിട്ട് നമ്മുടെ സ്മോൾ സേവിങ് ഡെപ്പോസിറ്റ് സ്കീമുകൾ, അതായത് പോസ്റ്റ് ഓഫീസുകളിലും മറ്റും നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളുടെയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോ ക്വാർട്ടർലി ബേസിസിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത്. ഇനി വരുന്ന ജൂൺ 30-ന് പോസ്റ്റ് ഓഫീസുകളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ SBI അക്കൗണ്ടിൽ കിടക്കുന്ന പണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? സാധാരണയായിട്ട് ബാങ്കിലെ SBI അക്കൗണ്ടിൽ നമ്മൾ പണം കീപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസിൻ്റെ 3 മുതൽ 6 ഇരട്ടി സാധാരണയായിട്ട് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണമെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. പലരും അത് ഫോളോ ചെയ്യാറില്ല. എന്നാൽ ചുരുക്കം ചില വ്യക്തികൾ ലക്ഷക്കണക്കിന് രൂപ അവർ SBI അക്കൗണ്ടിൽ ഐഡിയലായിട്ട് വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. ഇത് എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എമർജൻസി പർപ്പസിന് കുറേ പൈസ SBI അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എമർജൻസി പർപ്പസിന് വേണ്ട ഫണ്ടിൽ ഒരു പോർഷൻ, അതായത് ഒരു 25% നിങ്ങൾ SBI അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യാം. ബാക്കി വരുന്ന 75% മ്യൂച്വൽ ഫണ്ടുകളിലെ ലിക്വിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ ആർബിട്രാജ് ഫണ്ടുകളിലോ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് SBI അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും വളരെ മെച്ചമായിട്ടുള്ള രീതിയിലുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ പണം ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യുവാനും സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളുടെ ലിക്വിഡ് ഫണ്ടുകളിൽ നിന്ന് സാധാരണ SBI അക്കൗണ്ടിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും 1% മുതൽ 2% വരെയും കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കാം. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ ആർബിട്രാജ് ഫണ്ടുകൾ, ഈ ഫണ്ടുകൾ സാധാരണയായിട്ട് ഇക്വിറ്റി ഫണ്ടുകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളാണ്. ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ 6 മുതൽ 8% വരെയും റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യാതൊരുവിധ റിഡംഷൻ ഫീസും കൂടാതെ തന്നെ നിങ്ങളുടെ പണം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ആർബിട്രാജ് ഫണ്ടുകളിൽ ഒരു മാസത്തിനകമാണ് നിങ്ങൾ പണം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ പല മ്യൂച്വൽ ഫണ്ടുകളും 0.25% മുതൽ 0.5% വരെ റിഡംഷൻ ഫീസ് എടുക്കാറുണ്ട്. എന്നാൽ ആർബിട്രാജ് ഫണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇക്വിറ്റി ഫണ്ടുകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളായ കാരണം ഇക്വിറ്റി ഫണ്ടിൽ ലഭിക്കുന്ന എല്ലാ ടാക്സ് അഡ്വാൻറ്റേജും ഈ ഫണ്ടിലും ലഭിക്കും. ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങളുടെ പണം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായ
12.5% മാത്രം കൊടുത്താൽ മതി. അതും ഒരു വർഷം 1,25,000 കൂടുതൽ വരുന്ന ക്യാപിറ്റൽ ഗെയിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഒരു വർഷത്തിന് മുന്നേ ആണ് നിങ്ങൾ ഡെപ്പോസിറ്റുകൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് 20% മാത്രം ടാക്സ് കൊടുത്താൽ മതി. ബാങ്കിൻ്റെ SBI അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലെ ലിക്വിഡ് ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഗെയിനും ടാക്സബിൾ ആണ്. എന്നാൽ ഇതിലൊരു വ്യത്യാസമുണ്ട്. ഒരു ബാങ്കിൽ നിങ്ങൾ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഓരോ വർഷവും നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. എന്നാൽ ലിക്വിഡ് ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിക്ഷേപം പിൻവലിക്കുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതിയാവും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. സാധാരണ SBI അക്കൗണ്ടിൽ കൂടുതൽ പണം കീപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് നോക്കാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ഫൈനാൻസ് ബാങ്കുകളുടെ SBI അക്കൗണ്ടാണ്. സാധാരണയായിട്ട് പല സ്മോൾ ഫൈനാൻസ് ബാങ്കുകളും അവർ SBI അക്കൗണ്ടിലുള്ള നിക്ഷേപങ്ങൾക്ക് 5% മുതൽ 6% വരെയും ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. സ്മോൾ ഫൈനാൻസ് ബാങ്കുകളും RBIയുടെ റെഗുലേഷനിൽ വരുന്ന ബാങ്കുകളാണ്. സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സംഭവിച്ചാൽ നിങ്ങളുടെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതിനാൽ സ്മോൾ ഫൈനാൻസ് ബാങ്കുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ വളരെ സുരക്ഷിതമാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെറ്റ് ഫണ്ടുകളാണ്. നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റും നിങ്ങൾക്ക് എത്ര സമയം വരെ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഡ്യൂറേഷനും കൺസിഡർ ചെയ്ത് പല കാറ്റഗറിയിലുള്ള ഡെറ്റ് ഫണ്ടുകളും ഇന്ന് അവൈലബിൾ ആണ്. ഓവർനൈറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ലോ ഡ്യൂറേഷൻ ഫണ്ട്, മണി മാർക്കറ്റ് ഫണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്, മീഡിയം ടു ലോങ് ഡ്യൂറേഷൻ ഫണ്ട്, ലോങ് ഡ്യൂറേഷൻ ഫണ്ട്, ഡൈനാമിക് ബോണ്ട് ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്, ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്, ബാങ്കിങ് ആൻഡ് PSU ഫണ്ട്, ഗിൽറ്റ് ഫണ്ട്, ഫ്ലോട്ടർ ഫണ്ട്, ഫിക്സഡ് മെച്യൂരിറ്റി ഫണ്ട് എന്നിങ്ങനെ ഏകദേശം 20-ൽ കൂടുതൽ കാറ്റഗറിയിലുള്ള ഡെറ്റ് ഫണ്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഫണ്ട് എന്ന് പറയുന്നത് ഗിൽറ്റ് ഫണ്ടാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗിൽറ്റ് ഫണ്ട് അല്ലെങ്കിൽ GSEC ഫണ്ടാണ്. ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 11% കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇതേപോലെയുള്ള ഡെറ്റ് ഫണ്ടുകളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. എസ്പെഷ്യലി ഇതേപോലെയുള്ള GSEC ഫണ്ടുകളുടെ. RBI റീസെൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഡെറ്റ് ഫണ്ടുകൾ എസ്പെഷ്യലി GSEC ഫണ്ടുകളുടെ എല്ലാം ബോണ്ടിൻ്റെ പ്രൈസ് കൂടുകയും അതിന് റിലേറ്റഡ് ആയിട്ട് ഈ GSECകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടുകളുടെ NAV കൂടുകയും ചെയ്തു. ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ ഏകദേശം 11%-ഓളമൊക്കെ GSEC ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ബോണ്ട് ഫണ്ടുകളുടെ NAV കൂടും. സാധാരണയായിട്ട് ബോണ്ടിൻ്റെ പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റിനും ഇൻവേഴ്സ് റിലേഷനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോണ്ടുകളുടെ പ്രൈസ് കൂടുകയും ചെയ്യും. ഇനി വരും കാലങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് വിപണിയിലുള്ള ഇതേപോലെയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെയോ അല്ലെങ്കിൽ മറ്റ് ബോണ്ടുകളുടെയോ പ്രൈസ് കൂടുവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡെറ്റ് ഫണ്ടുകളിലും GSEC ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ടിൻ്റെ NAV കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫണ്ടിൻ്റെ NAV കൂടിയാൽ നാച്ചുറലായിട്ടും അവർക്ക് ലഭിക്കുന്ന റിട്ടേൺസും കൂടുതലായിരിക്കും. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ടും ഡെറ്റ് ഫണ്ടുകളും റിസ്ക് ഫ്രീ അല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചസുകൾ അനുസരിച്ച് ഇതേപോലെയുള്ള ഫണ്ടുകളുടെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബോണ്ടുകളുടെ പ്രൈസിലും വേരിയേഷൻസ് വരാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ബോണ്ട് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്
നമ്മളെല്ലാവരും മാറ്റിവെച്ചിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഡെറ്റ് ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ. പലപ്പോഴും ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് അമിതമായിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സും ഇതേപോലുള്ള ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല. നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ അസറ്റ് അലോക്കേഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഡെറ്റ് ഫണ്ടുകളിലും GSEC ഫണ്ടുകളിലും അതേപോലെ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് ലഭിക്കുന്ന മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലുമാണ്. പലപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിൻ്റെ 80%-മോ 100%-മോ ഇക്വിറ്റിയിൽ പലരും നിക്ഷേപങ്ങൾ നടത്തി മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ നടത്തുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ടോട്ടൽ അസറ്റ് അലോക്കേഷനിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇതേപോലെയുള്ള ഡെറ്റ് ഫണ്ടുകളും നിക്ഷേപം നടത്തുവാനായിട്ട് മറക്കരുത്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന, അതായത് ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.